നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വർണ്ണാഭമായി 2026-27 അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം. അംഗനവാടികളിൽ പാട്ടും കഥയും കളികളുമായി കുരുന്നുകളെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഈ വർഷത്തോടെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുമെന്നും കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അംഗനവാടികളിൽ ആഴ്ചകളിൽ നൽകിയിരുന്ന പാലും മുട്ടയും എല്ലാ ദിവസവും നൽകുമെന്നും വനിതാ ശിശു വികസന വകുപ്പ്. വിദ്യാഭ്യാസ വികസന വിരോധ സമരങ്ങളിൽ പങ്കുണ്ടായിട്ടില്ലെന്നതാണ് KSUവിൻ്റെ പ്രത്യേകതയെന്ന് രമേശ് പിഷാരടി MLA. ഇന്ന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയതെങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജ് സമരവും ചേർത്ത് വായിക്കണമെന്നും MLA. പാലക്കാട് KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷം. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. അതിരപ്പള്ളി വൈകേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. മരിച്ചത് വൈകേരി സ്വദേശി 65 വയസ്സുള്ള മോഹനൻ. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ സാക്ഷിമൊഴികൾ നിഷേധിച്ച് പ്രതി ചെന്താമര. 46 പേരുടെ മൊഴികൾ ചെന്താമരയെ കേൾപ്പിച്ചു. പ്രതി ചെന്താമരയുടെ സാക്ഷിമൊഴി നിഷേധം നെന്മാറ ഇരട്ടക്കൊല കേസിലെ അന്തിമ വിചാരണ വേളയിൽ. ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശ്രീ സുജിത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2025 മുതൽ 2026 വരെ ഒരു വർഷ കാലയളവിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. 4 ദിവസം മുൻപ് തിരുവില്ലാമലയിലെ ടെക്സ്റ്റൈൽസ് നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും 17 ലക്ഷം രൂപയും രഹസ്യ ലോക്കറും സ്കൂട്ടറുമായി മുങ്ങിയ തഞ്ചാവൂർ സ്വദേശി 25 വയസ്സുള്ള സൂര്യയെ തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നും പഴയന്നൂർ പോലീസ് പിടികൂടി. ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 19.5 ലക്ഷം രൂപയുമായി യുവാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി. പിടിയിലായത് മഹാരാഷ്ട്ര സ്വദേശി സന്തോഷ്. പാലക്കാട് കോർട്ട് റോഡിലെ ശ്രീയാനന്ദ് ജ്വല്ലറിയിൽ മോഷണശ്രമം. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും കോട്ടായി മിനി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതും മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും സ്റ്റാൻഡിൽ കയറുന്നതിന് തടസ്സം. കോട്ടായി സെൻറ്ററിലെ ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വർണ്ണാഭമായി 2026-27 അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം. വിവിധ അംഗനവാടികളിൽ പാട്ടും കഥയും കളികളുമായി കുരുന്നുകളെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഈ വർഷത്തോടെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് അറിയിച്ചു. കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അംഗനവാടികളിൽ ആഴ്ചകളിൽ നൽകിയിരുന്ന പാലും മുട്ടയും ഇനി മുതൽ എല്ലാ ദിവസങ്ങളാക്കി മാറ്റാനും തീരുമാനിച്ചു. അംഗനവാടികളിൽ പ്രവേശനോത്സവം. സ്നേഹവും കരുതലും കളിച്ചിരികളും നിറഞ്ഞ അംഗനവാടികൾ വീണ്ടും തുറന്നു. പലയിടങ്ങളിലും അംഗനവാടികളിലെ പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി. ഷൊർണൂരിലെ ചുടുവാലത്തൂർ 81-ാം നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം കൗൺസിലർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹവും കരുതലും കളിച്ചിരികളും നിറഞ്ഞ അംഗനവാടികൾ വീണ്ടും തുറന്നു. പലയിടങ്ങളിലും അംഗനവാടികളിലെ പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി. ഷൊർണൂരിലെ ചുടുവാലത്തൂർ 81-ാം നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവവും കെങ്കേമമായി. പുതിയ അംഗനവാടി കെട്ടിടം പ്രത്യേകം അലങ്കരിച്ചു. മിഠായി നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. പ്രീ സ്കൂൾ പഠനത്തിനേക്കായി 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കായിരുന്നു പ്രവേശനോത്സവം. നിലവിൽ പഠിക്കുന്ന കുട്ടികളും പുതുതായി ചേരാൻ വന്ന കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. കൂടാതെ ഇവിടെ നിന്നും യാത്രയച്ചു പോകുന്ന കുട്ടികളും പങ്കെടുത്തിരുന്നു. വാർഡ് കൗൺസിലർ വിനോദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം സ്ഥലസൗകര്യമുള്ള നല്ല ആധുനിക രീതിയിൽ കെട്ടിടം നിർമ്മിച്ചു തന്ന MLA നിർമ്മിച്ചു തന്ന ഫണ്ടിൽ നിന്നുള്ള റൂമിലാണ് നമ്മളിവിടെ അംഗനവാടിയുടെ പ്രവേശനോത്സവം നടത്തിയിരിക്കുന്നത്. ഈ പ്രവേശനോത്സവത്തിന് ഇന്ന് നമ്മൾ ഏതാണ്ട് 12 പുതിയ കുട്ടികൾ 10-13 പഴയ കുട്ടികളും തിരിഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി ആശംസ അറിയിക്കുകയാണ്. അംഗനവാടി എന്ന് പറയുമ്പോൾ അക്ഷരം അഭ്യസിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് അവരുടെ ശീലങ്ങളും ശുചിത്വവും പെരുമാറ്റവും ഒരു പഠന കേന്ദ്രമായി കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അംഗനവാടികൾ. നിലവിലെ പഴയ ബാലവാടികൾ മാറ്റം വന്ന് സാമൂഹികമായും അവരുടെ ആരോഗ്യപരമായും വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മാതൃകാപരമായിട്ടാണ് കേരളത്തിലെമ്പാടെ അംഗനവാടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ KN അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു.
അംഗനവാടി ടീച്ചർ ബിന്ദു, സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പ് നൽകി പോകുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും മറ്റു ക്ഷണിക്കപ്പെട്ടവരും പ്രവേശനോത്സവ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മകര കുനിയമ്പാടം അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം ആസിയ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. യാത്രയായിട്ടും പ്രവേശനോത്സവം, കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് ട്രോഫി വിതരണം, 10ാം ക്ലാസ് SLC ഫുൾ A+, +2 ഫുൾ A+, അവർക്കും പിന്നെ ഒരു ട്രോഫി കൊടുക്കാനും ആ ചടങ്ങുകളെല്ലാം കൂടെ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുനിയമ്പാടത്തെ പിള്ളേർക്ക് ഒരു ബോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരു പരിപാടിയായിട്ട് നമുക്ക് ഈ പ്രവേശനോത്സവം നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ടീച്ചർ ഇതുവരെ 2-3 മാസം ലീവിലായിരുന്നു. അപ്പോൾ പിന്നെ ലീവ് കഴിഞ്ഞ് ഇന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായി നടന്നു എന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെയാണ് ഞങ്ങൾ ALMC കമ്മിറ്റിക്കാർ 4-5 പേര് എല്ലാവരും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവും ഉണ്ടായിരുന്നു. പി ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. A+ നേടിയ 2 വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അംഗം ആദരിച്ചു. JPHN മായ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പുതിയ കുട്ടികൾക്ക് ഉപഹാരവും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. അംഗനവാടി കുട്ടികൾക്കായി ബാഗ് സ്പോൺസർ ചെയ്ത കൂട്ടാല സ്വദേശികളായ കനകദാസ്, രാജേഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. അംഗൻവാടി ടീച്ചർ ബേബി വിമല, ലീല ബാലകൃഷ്ണൻ, പ്രിയ, സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുങ്ങോട്ടുകുറിശി കാവതിയാംപറമ്പ് അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അംഗൻവാടി വർക്കർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നതോടൊപ്പം അംഗൻവാടികളിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പും നൽകി. രക്ഷിതാക്കളുടെ സ്നേഹോപഹാരം വർക്കറും ആശയം ഏറ്റുവാങ്ങി. മണ്ണൂരിലെ ചന്ദനപ്പുറം അംഗനവാടിയിലെ പ്രവേശനോത്സവവും യാത്രയയപ്പും പഞ്ചായത്ത് അംഗം PM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകളും കാരണം ജീവിതവുമായി നെട്ടോട്ടമോടുമ്പോൾ ആ മക്കളെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ തന്നെ കഴിയാതിരുന്ന ഒരു തലമുറയിലൂടെ ജീവിച്ചു വന്ന ആളുകളാണ് നമ്മളെല്ലാം. എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നുകൊണ്ട് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ മക്കളിലൂടെയാണ്. അത് മാത്രമല്ല, പഴയ കാലങ്ങളിലെല്ലാം ഒരു സമ്പത്ത് എന്ന് പറയുമ്പോൾ കൃഷിക്കാരായ ഇസ്മായിൽക്കാരെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. കുറേ കൃഷി, എനിക്ക് ഇത്ര വർഷം കൃഷിയുണ്ട്. ചടങ്ങിൽ PM യൂസഫ് അധ്യക്ഷത വഹിച്ചു. പുതിയ കുട്ടികൾക്കുള്ള ബാഗും പഠനോപകരണങ്ങളുടെ വിതരണവും PM അൻവർ സാദിഖ് നിർവഹിച്ചു. പുതിയ കുട്ടികളെ പൂച്ചെണ്ടുകളും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. C ഇസ്മായിൽ, A ശിവദാസൻ, PC ഉണ്ണികൃഷ്ണൻ, മുരളീധരൻ, ഹരീന്ദ്രൻ, K ലതിക, KS അനിത, സുമതി, ഇന്ദിര, സതി എന്നിവർ സംസാരിച്ചു. അംഗനവാടി ടീച്ചർ M നൂർജഹാൻ സ്വാഗതവും K ലതിക നന്ദിയും പറഞ്ഞു. മുഴുവൻ കുട്ടികൾക്കും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ സ്വന്തം ചെലവിലാണ് ബാഗും പഠനോപകരണങ്ങളും നൽകിയത്. അംഗൻവാടിയിൽ നിന്നും 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള യാത്രയയപ്പും ഇതോടനുബന്ധിച്ച് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാനത്തെ വീണ്ടും കാട്ടാനക്കലി. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശിയായ 65 വയസ്സുള്ള മോഹനാണ് കൊല്ലപ്പെട്ടത്. സംഭവം ശനിയാഴ്ച പുലർച്ചെ 2:30 മണിയോടുകൂടിയായിരുന്നു. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. ആനയെ ഓടിപ്പിക്കുന്നതിനിടെ മോഹനന് നേരെ പാഞ്ഞെടുത്തു ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിരന്തരം കാട്ടാനശല്യമുള്ള മേഖലയാണ്. മോഹനന്റെ വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസവും കാട്ടാനയെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും കാട്ടാന എത്തിയപ്പോഴായിരുന്നു ആക്രമണം. പുള്ളിയുടെ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് ആനേനെ ഓടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ചെല്ലാണ്. ഈ ഭാഗത്ത് എവിടെ ആന വന്നാലും പുള്ളിനെ ഓടിക്കാൻ പോകാറുള്ളത്. ഇതും ആനനെ ഓടിക്കാൻ പോയി സ്വാഭാവികമായിട്ടും പന്തൊക്കെ കത്തിച്ച് ഓടിക്കാൻ വേണ്ടി പന്തം കത്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് പെട്ടെന്ന് ആന വന്ന് ആളെ തട്ടി വീഴ്ത്തി കഴിഞ്ഞിട്ട് പിന്നെ കാലുകൊണ്ട് തട്ടി വന്ന് വരികയും ചെയ്ത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഈ ഭാഗത്ത് എപ്പോഴും ആനശല്യാണ്. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണെങ്കിൽ പോലും ഇവിടെ ആനശല്യം കാരണം കൃത്യമായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ സാക്ഷിമൊഴികൾ നിഷേധിച്ച് പ്രതി ചെന്താമര.
46 പേരുടെ മൊഴികളാണ് ചെന്താമരയെ വായിച്ചു കേൾപ്പിച്ചത്. കൊലപാതക സമയത്ത് കണ്ടു എന്നതുൾപ്പെടെയുള്ള മൊഴികൾ പ്രതി നിഷേധിച്ചിട്ടുണ്ട്. 2025 ജനുവരി 27 നടന്ന നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ അന്തിമ വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത്. 2025 ജനുവരി 27 നടന്ന നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ അന്തിമ വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയർ കോളനി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ആകെ 81 സാക്ഷികളാണ് കേസിലുള്ളത്. 46 സാക്ഷികളുടെ മൊഴി വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം കോടതി ചെന്താമരയുടെ വിശദീകരണം ആരാഞ്ഞപ്പോഴാണ് മൊഴിയിൽ പറയുന്നതൊന്നും സത്യമല്ലെന്ന് ചെന്താമര പറഞ്ഞത്. 4 മാസത്തിലേറെയായി തുടർന്നു വന്നിരുന്ന സാക്ഷികളുടെ വിസ്താരമാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 4-ൽ പൂർത്തിയായത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ചെന്താമരയ്ക്ക് നേരത്തെ കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. പിന്നാലെയാണ് ഇരട്ടക്കൊലപാതകത്തിന്റെ വിചാരണ ആരംഭിച്ചത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശിയായ സുധാകരൻ, ഇദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ പ്രതിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ ക്രൂരമായ ഇരട്ടക്കൊലപാതകം വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബവുമായി പ്രതിക്ക് മുൻപ് ശത്രുതയുണ്ടായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും പ്രതിയായ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി നേരത്തെ തന്നെ ഇരട്ട ജീവപര്യന്തവും തടവ് ശിക്ഷയും പിഴയും വിധിച്ചിരുന്നു. ഈ ശിക്ഷാവിധിക്ക് പിന്നാലെയാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ ആരംഭിച്ചത്. 4 മാസത്തിലേറെ നീണ്ടുനിന്ന കോടതി നടപടികൾക്കൊടുവിലാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കി പ്രതിയുടെ അന്തിമ വിചാരണയിലേക്ക് കോടതി കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ നേതാവിനെ CPM പുറത്താക്കി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവും ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി അംഗവുമായ C. സുജിത്തിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2025 മുതൽ 2026 വരെയുള്ള 1 വർഷ കാലയളവിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. ശ്രീകൃഷ്ണപുരം സ്വദേശിനിയായ 23-കാരിയുടെ പരാതിയിലാണ് സുജിത്തിനെതിരെ കേസെടുത്തത്. ഒളിവിലുള്ള സുജിത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ സുജിത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകിയത്. 2025 മുതൽ 2026 വരെയുള്ള 1 വർഷ കാലയളവിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. പരാതിക്കാരിയുടെ രഹസ്യമൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ജോലി ശരിയാക്കി നൽകി ഭാര്യയെ പോലെ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു പീഡനം. 2025 മാർച്ച് മുതൽ 2026 മെയ് മാസം 25 വരെയുള്ള കാലയളവിൽ ശ്രീകൃഷ്ണപുരം ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് പരാതി. ഇതേ തുടർന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് BJPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാഭ്യാസ വികസന വിരോധ സമരങ്ങളിൽ പങ്കുണ്ടായിട്ടില്ലെന്നതാണ് KSUവിൻ്റെ പ്രത്യേകതയെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. ഇന്ന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയത് എങ്ങനെ സംഭവിച്ചുവെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജ് സമരവും ചേർത്ത് വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിൽ നിന്നും പ്രതിവർഷം 25,000 വിദ്യാർത്ഥികളാണ് വിദേശ വിദ്യാഭ്യാസം തേടി പോകുന്നത്. ഇതിലൂടെ 12,500 കോടി രൂപയാണ് വിദേശത്തെ ചെലവഴിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ വികസന മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കിയത് പുരോഗമനം അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. അവകാശം മുടക്കികളായി എവിടെയും KSU ഉണ്ടായിരുന്നില്ലെന്നതുപോലെ തന്നെ അവകാശ പ്രക്ഷോഭങ്ങളിൽ KSU എക്കാലത്തും ഉണ്ടായിരുന്നുവെന്നതും പ്രത്യേകതയാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 2.5 ലക്ഷം കുട്ടികളാണ് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. വർഷാവർഷം ഏകദേശം 50,000 കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്. 50,000 കുട്ടികൾ ഒരു വർഷം പുറത്തു പോകുന്നു എന്ന സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം വിമാന ടിക്കറ്റും താമസവും പഠനവും ചെലവും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് ഫീസാകുമെന്ന സാഹചര്യത്തിൽ 50,000 കുട്ടികളുടെ 25 ലക്ഷം രൂപ ഒരു കൊല്ലം ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 12,500 കോടി രൂപയാണ്. ഇത്രയും രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ചെറിയ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇവിടെ നിക്ഷേപം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലൊന്നും പിന്നെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. വിദ്യാഭ്യാസത്തിന് ഇത്രയും ആളുകൾ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഇവിടെ വന്നത് എപ്പോഴും പിന്തിരിപ്പനാശയങ്ങളുള്ള പ്രസ്ഥാനങ്ങൾ പല മുന്നോട്ടുള്ള കുതിപ്പിനെയും പിടിച്ചു നിർത്തിയതിൻ്റെ ഫലമായിട്ടാണ്. KSU അവിടെ ഇല്ല എന്നത് വലിയ സന്തോഷമാണ്. KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷ പരിപാടിയിൽ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, KPC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് S. ജയഘോഷ്, KPC അംഗം സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് ചെറാട്, KSU ഭാരവാഹികളായ
ഗൗജ വിജയൻ, അജാസ് കുഴൽമന്ദം, ജിതേഷ് നാരായണൻ, PK അനസ്, ബിജു ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 4 ദിവസം മുൻപ് തിരുവല്ലാമലയിലെ ടെക്സ്റ്റൈൽസ് നിർമ്മാണ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയും ഭാരമേറിയ രഹസ്യ ലോക്കറ്റും സ്കൂട്ടറുമായി മുങ്ങിയ തഞ്ചാവൂർ സ്വദേശി 25 വയസ്സുള്ള സൂര്യയെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നും പഴയന്നൂർ പോലീസ് പിടികൂടി. സ്വന്തം മൊബൈൽ ഫോൺ മറ്റൊരു കാറിൽ ഉപേക്ഷിച്ച് സിനിമയെ വെല്ലുന്ന രീതിയിൽ പോലീസിനെ വഴിതെറ്റിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. സ്വന്തം മൊബൈൽ ഫോൺ മറ്റൊരു കാറിൽ ഉപേക്ഷിച്ച് സിനിമയെ വെല്ലുന്ന രീതിയിൽ പോലീസിനെ പൂർണ്ണമായും വഴിതെറ്റിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. സൈബർ സെൽ സിഗ്നലുകൾ വഴി പോലീസ് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന പ്രതിയുടെ ആസൂത്രിത കെണികളെല്ലാം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പഴയന്നൂർ പോലീസ് പൊളിച്ചെടുക്കുകയായിരുന്നു. പഴയന്നൂർ SHO സുധിലാലിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മധു, പോലീസുകാരായ വിപിൻ, ജവഹർ, മനീഷ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് തിരുവണ്ണാമലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അതിസാഹസികമായി വലയിലാക്കിയത്. പ്രതിയുമായി അന്വേഷണ സംഘം ശനിയാഴ്ച പഴയന്നൂരിൽ തിരിച്ചെത്തുമെന്നാണ് സൂചന. പ്രതി സൂര്യ ഈ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു. 4 ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതി പൈസയും മറ്റും മോഷ്ടിച്ച് നാട് കടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് കോർട്ട് റോഡിലെ ജ്വല്ലറിയിൽ മോഷണശ്രമം. പുലർച്ചെ 3 മണിയോടെയാണ് മോഷണശ്രമം നടന്നത്. പാലക്കാട് കോർട്ട് റോഡ് ശ്രീ കണ്ണകി പരമേശ്വര ക്ഷേത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ആനന്ദ് ജ്വല്ലറിയിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന 2 പേർ കണ്ടതോടെ ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്തെങ്കിലും മോഷണശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. മുഖം മൂടി ധരിച്ച മോഷ്ടാക്കളുടെ യാത്ര CCTV കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്നുണ്ട്. ജ്വല്ലറിക്ക് മുമ്പിലെ CCTVയിൽ മോഷ്ടാക്കളുടെ ചിത്രം വ്യക്തമായി പതിഞ്ഞിട്ടില്ല. പാലക്കാട് സൗത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 19.5 ലക്ഷം രൂപയുമായി യുവാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷാണ് പോലീസിൻ്റെ പിടിയിലായത്. ട്രെയിൻ മാർഗം പണം ഷൊർണൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം പണം തൃശ്ശൂരിലെത്തിക്കാനായിരുന്നു പദ്ധതി. 2025-ൽ രേഖകളില്ലാതെ 33 ലക്ഷം കടത്തിയ കേസിൽ പാലക്കാട് കുഴൽമന്ദം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ബാഗുമായി നിൽക്കുന്നത് കണ്ട യുവാവിനെ ഷൊർണൂർ പോലീസ് പരിശോധിച്ചപ്പോഴാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത്. ട്രെയിൻ മാർഗം ഷൊർണൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം തൃശ്ശൂരിലേക്ക് കടത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. 2025-ൽ രേഖകളില്ലാതെ 33 ലക്ഷം രൂപ കടത്തിയ കേസിൽ പാലക്കാട് കുഴൽമന്ദം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ DYSP സാജു K അബ്രഹാം, ഷൊർണൂർ CI P വിഷ്ണു, SI KP അശ്വൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T സജീഷ്, ജില്ലാ ഡാൻസ് F സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മഹാരാഷ്ട്രയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പണം കടത്തലാണ് പ്രതി ലക്ഷ്യമിട്ടതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉദ്ഘാടനം കഴിഞ്ഞ 3 മാസം കഴിഞ്ഞിട്ടും കോട്ടായി മിനി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷൻ്റെ കീഴിൽ 1 കോടി രൂപ ചിലവഴിച്ചാണ് മിനി ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മിനി ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ സംവിധാനമില്ലാത്തതിനാലാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തത്. കോട്ടായി സെൻറ്ററിലെ ഗതാഗതക്കുരുക്കും പഴയപടി തന്നെ. പെരുന്നാളിന് വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതെ അട്ടിമറിച്ച CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾക്കെതിരെ പിരായിരി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്തൂരിൽ പ്രതിഷേധ പെൻഷൻ വിതരണം ചെയ്തു. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന സഹകരണ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ ആവശ്യപ്പെട്ടു. പെരുന്നാൾ പെൻഷൻ മുടക്കി ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകി പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന സഹകരണ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് A തങ്കപ്പൻ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. KC സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ R രാധാകൃഷ്ണൻ, C കൃഷ്ണൻ, ശശികല, V ബിജു, M കൃഷ്ണൻ, K ഇന്ദ്രപ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കഴിഞ്ഞ ദിവസം ED റെയ്ഡിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തിയിൽ CPM നടത്തിയ പ്രതിഷേധത്തിനിടെ കോൺഗ്രസിൻ്റെ ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും നശിപ്പിച്ച 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലും ഓഫീസിലും ED പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തിയിൽ ബുധനാഴ്ച നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ ഫ്ലക്സുകളും കൊടിമരങ്ങളും നശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ചെറുതുരുത്തി പോലീസ് 8 പേർക്കെതിരെ കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 15ാം വാർഷിക പൊതുയോഗം ചേർന്നു.
ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളെ ആദരിക്കൽ, കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണം എന്നിവയും നടന്നു. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 15ാം വാർഷിക പൊതുയോഗമാണ് ശനിയാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ബാലൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, PTA പ്രസിഡന്റ് രവീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് എം ഗീത, പി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി വേണുഗോപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ മോഹൻകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. എം രാമേന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. കിഡ്സ് സ്കോളർഷിപ്പ് വിഭാഗത്തിൽ LP UPയിലെ 18 കുട്ടികൾക്കുള്ള മെമന്റോകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ സംസ്ഥാന ശാസ്ത്ര കലാമേളകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളെ ആദരിക്കലുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും മറ്റു പഠനോപകരണങ്ങളും പതിവ് പോലെ എത്തിച്ച് നൽകുകയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PI ഷാനവാസ്. പഞ്ചായത്ത് മെമ്പറായപ്പോൾ തുടങ്ങിയതാണ് ഈ പഠനോപകരണങ്ങളുടെ വിതരണം. ഇത്തവണ ബ്ലോക്ക് മെമ്പർ ആയതോടെ ഡിവിഷനിലെ 9 അംഗൻവാടികളിലായി 100ഓളം അംഗൻവാടി കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോഴും കുരുന്നുകളെ മറക്കാൻ ഇദ്ദേഹത്തിനായില്ല. ഇത്തവണ ഇത് നടക്കുമോ എന്ന ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് സുമൻസുകളുടെ സഹായവും കുടുംബവും പ്രവാസി കൂട്ടായ്മയും ഷാനവാസിനെ തണലായത്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ അംഗങ്ങളുടെ മക്കൾക്ക് പഠന കിറ്റുകൾ വിതരണം ചെയ്ത് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. പഠന കിറ്റ് വിതരണോദ്ഘാടനം A. പ്രഭാകരൻ MLA നിർവഹിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ ഏതു രംഗവും കീഴടക്കാൻ പരിമിതിയുള്ളവർക്കും സാഹചര്യം നിലവിലുണ്ട്. പരിമിതിയുള്ളവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും മുഖ്യധാരയിലെത്തിക്കാൻ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും A. പ്രഭാകരൻ MLA തുടർന്ന് സംസാരിക്കവേ പറഞ്ഞു. ഒരു കുടുംബത്തിൽ അത്തരത്തിലൊരാളുണ്ടായാൽ ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു സന്തോഷം മങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഒരു സംഘടനാപരമായി 1967 മുതൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇത്തരം ആൾക്കാരുടെ പരിമിതികളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിൽ നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ സഹായം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനം ഈ സംഘടന നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് മാത്രമല്ല, വിവിധ വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പഠന കിറ്റുകൾ വിതരണം ചെയ്ത്. ചടങ്ങിൽ പ്രസിഡന്റ് VN ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ, സെക്രട്ടറി PV പ്രശാന്ത്, നിഖിൽ കൊടിയത്തൂർ, PS സിംസൺ, M സീനത്ത്, അലക്സ് കുര്യൻ, M മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി പത്തിരിപ്പാല ഹൈസ്കൂളിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയ ഡിവൈഎഫ്ഐ മണ്ണൂർ ഈസ്റ്റ് മണ്ണൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ. മണ്ണൂർ ഈസ്റ്റ് മണ്ണൂർ മേഖലാ കമ്മിറ്റികളുടെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ ആഭിമുഖ്യത്തിലാണ് പത്തിരിപ്പാല ഹൈസ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ മുത്തലിഫ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KA അസീസ്, AV അർജുൻ, രാജേഷ് കുമാർ, ബിപിൻ കുമാർ, അജിത്ത്, മുസ്തഫ, രേഷ്മ എന്നിവരും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിൽ ശനിയാഴ്ച രാവിലെ ചെയർപേഴ്സൺ P. നിർമ്മലയുടെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗം ചേർന്നു. 28 അജണ്ടകളാണ് ചർച്ചയ്ക്ക് മുൻപാകെ വന്നത്. 28 അജണ്ടകളും കൗൺസിൽ യോഗം പാസാക്കി. ഇതിൽ കാട്ടുപന്നികളുടെ ശല്യവുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതിനായുള്ള അജണ്ടയും യോഗത്തിന് മുൻപാകെ വന്നു. കാരക്കാട്, കവളപ്പാറ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത്. കാട്ടുപന്നികളെ കൊല്ലുന്നതിനായി ഷൂട്ടർമാരുടെ പ്രത്യേക സംഘത്തെ ഷൊർണൂരിലേക്ക് വരുത്തിക്കാനും യോഗം തീരുമാനിച്ചു. സത്യമേവ ജയതേ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഷൊർണൂരിൽ റെയിൽവേയുമായി സഹകരിച്ച് വൃക്ഷത്തൈകൾ വിതരണവും
ബ്രോഷർ പ്രകാശനവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ മാനേജർ സന്തോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിദ്യാലയങ്ങളിലെ NSS വിദ്യാർത്ഥികളും പങ്കെടുത്തു. സത്യമേവ ജയദേവ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വൺ എർത്ത് വൺ മിഷൻ എന്ന പ്രോഗ്രാം ഇന്ത്യയിലെമ്പാടും നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൃക്ഷത്തൈകളുടെ വിതരണവും ബ്രോഷർ പ്രകാശനവും പ്രതിജ്ഞ ചൊല്ലലും സംഘടിപ്പിച്ചത്. ഷൊർണൂർ റെയിൽവേയുമായി സഹകരിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത്. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്റ്റേഷൻ മാനേജർ സന്തോഷ് നിർവഹിച്ചു. നമ്മൾ സാഹിത്യകാരന്മാരും വൈജ്ഞാനികരും എല്ലാവരും അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസ് അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1973 മുതൽ 40 വർഷത്തിൽ കൂടുതലായി 150-ൽ കൂടുതൽ രാജ്യങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനും മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്. കണ്ടുപിടുത്തങ്ങളേക്കാൾ ഉപരിയായി പ്രകൃതി നിലനിൽക്കണം, പരിസ്ഥിതി നിലനിൽക്കണം. തുടർന്ന് ബ്രോഷർ പ്രകാശനവും പ്രതിജ്ഞ ചൊല്ലലും ഉണ്ടായിരുന്നു. ചടങ്ങിൽ റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ അനില, ട്രസ്റ്റ് ഫൗണ്ടർ വിവേക് എന്നിവർ സംസാരിച്ചു. റെയിൽവേ ജീവനക്കാർ, തൊഴിലാളികൾ, ട്രെയിൻ യാത്രക്കാർക്ക് എന്നിവർക്കാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ വിവിധ സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചരമം. STV ക്യാമറമാൻ ബിജുവിൻ്റെ മാതാവ് ഷൊർണൂർ നെടുങ്കോട്ടൂർ തുവക്കാട്ട് വീട്ടിൽ രാജേശ്വരി നിര്യാതയായി. ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. ഇനിയും മാറ്റിലെ നോക്കാം. ഇടിക്കെതിരെ നടത്തിയ സമരം സാമ്പിൾ വെടിക്കെട്ടാണ്. നല്ല പൂരം കാണാൻ പോകുന്നതേയുള്ളൂ. ഞങ്ങൾക്ക് ഇടിയും ഇല്ല, ഒരു ചുക്കുമില്ല. മാന്യത വിട്ടാൽ പോലീസിൻ്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രസ്താവിച്ചിരിക്കുന്നു. ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? പ്രതികരണങ്ങൾ നോക്കാം. ഇത് രാഷ്ട്രീയമാണ്. ഓരോരുത്തരുടെയും നിലനിൽപ്പിൻ്റെ വിഷയമാണ്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ സമരം ചെയ്തിട്ടില്ലെന്നാണോ? രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ED പരിശോധനയ്ക്ക് വിട്ടപ്പോൾ കേരളത്തിലൊരു മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് വെളിച്ചപ്പാട് തുള്ളുകയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ സമരങ്ങൾ നടന്നു. വലിയ പ്രത്യാഘാതങ്ങളുണ്ടെന്നൊരു അനൗൺസ് ചെയ്തു. അത് പ്രസ്ഥാനങ്ങളുടെ ജോലിയാണ്. അതുതന്നെ CPM ചെയ്തുള്ളൂ. CPMൻ്റെ പ്രധാനപ്പെട്ട അവരിഷ്ടപ്പെടുന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ മാനം കളയുന്ന രീതിയിലാണ് ഈ ഒരു റെയ്ഡ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ രംഗത്തിറങ്ങണ്ടേ, അവർ പ്രതികരിക്കണ്ടേ? അതായത് പിണറായി വിജയൻ റെയ്ഡ് ചെയ്തു, എന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഞങ്ങൾ നിശബ്ദരാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനത്തിന് എന്ത് വിലയുള്ളത്? ഇത് പ്രസ്ഥാനമാണ്. അപ്പോൾ പ്രസ്ഥാനമെടുക്കുന്ന തീരുമാനങ്ങളിൽ പ്രസ്ഥാനം എന്തെങ്കിലും തീരുമാനമെടുത്ത ഭാവിയിൽ ഞങ്ങൾ അങ്ങനെ ഭാവിയിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേരയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു? കുറച്ച് ജനങ്ങൾ ഇപ്പോൾ ഏത് ഒരു പുതിയ പ്രൊജക്റ്റ് വരുമ്പോഴും കുറേ ജനങ്ങൾക്ക് എതിരുണ്ടാകും. കാരണം അവരുടെ വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അവർ പ്രതികരിക്കും. പക്ഷേ അത് പ്രതികരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുത്ത് അവർക്ക് പകരം വീട് കൊടുക്കുക എന്നുള്ള നടപടിയിലേക്ക് ഗവൺമെൻറ് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്കൊപ്പം നിന്ന് സമരം ചെയ്തവരാണ് പ്രതിപക്ഷക്കാൾ. ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെറിഞ്ഞ കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉള്ള ആളുകൾ ഇപ്പോൾ CPM പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ അതിവേഗ റെയിൽ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് അനൗൺസ് ചെയ്യുന്നു. ദേശീയ ഗവൺമെൻറ് മുമ്പേ പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. ചിലപ്പോൾ അതിനെതിരെ ഇതേമാതിരി വീടുകൾ സ്ഥലം നഷ്ടപ്പെടുന്നവർ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ CPM ഏറ്റെടുക്കുമല്ലോ. അതാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ ഇത് CPM ചെയ്താൽ അത് തെറ്റും, മറ്റുള്ളവർ ചെയ്താൽ അത് ശരിയെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രചാരണം കൊടുക്കുന്നത്. എന്ത് തന്നെയായാലും പ്രതികരിക്കുന്നൊരു ശക്തിയായിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം CPM ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ പിൻവലിക്കില്ല. അവർ ഇത്തരം സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളത്. ഇത്തരം പ്രസ്താവനകൾ ജനാധിപത്യ വ്യവസ്ഥിതിക്കും നിയമ സംവിധാനത്തിനുമെതിരെയുള്ള വെല്ലുവിളിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് CPM നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള മകിടോ ഉദാഹരണമാണ് അദ്ദേഹത്തിൽ നിന്നും വെളിവാകുന്നത്. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ മോഹഭംഗമാണ് ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. 10 കൊല്ലം തുടർച്ചയായി കിട്ടിയ ഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നും പുറത്തു വരുന്ന ചില വാക്കുകളാണ് കേരള ജനം കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യസ്നേഹികളും പക്വമതികളും പ്രവർത്തിച്ചൊരു പാർട്ടി വളരെ പിറകോട്ട് പോയിരിക്കുന്നു. എന്തായാലും കേരള ജനത ഇനിയും ഇതിലപ്പുറവും കാണാനിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാം. പാലക്കാടിന്റെ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എല്ലാവരും കേട്ട് കാണും. കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നൊക്കെയാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ ചിരി വന്നു കേട്ടോ. ജില്ലാ സെക്രട്ടറിയോട് 2 വാക്കേ പറയാനുള്ളൂ.
ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് രമേശ് പിഷാരടിയുടെ പ്രകടനം ആയി വന്നപ്പോൾ അവിടുന്ന് ഒരു കല്ലേറ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് ഒരു കയറൽ കയറി. ഭരണം മാറിയത് അറിയിക്കാനുള്ള ആദ്യത്തെ സൂചനയായിരുന്നു. അതുകൊണ്ട് കേരള പോലീസിനോട് വേണ്ട ജില്ലാ സെക്രട്ടറിയുടെ ഈ വർത്തമാനങ്ങളൊക്കെ അതൊക്കെ CPMന്റെ അണികളോട് പറഞ്ഞാൽ മതി. ഇത്രേ ഈ കാര്യത്തിൽ പറയാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണാഭമായി 2026-27 അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം. അംഗനവാടികളിൽ പാട്ടും കഥയും കളികളുമായി കുരുന്നുകളെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഈ വർഷത്തോടെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുമെന്നും കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി അംഗനവാടികളിൽ ആഴ്ചകളിൽ നൽകിയിരുന്ന പാലും മുട്ടയും എല്ലാ ദിവസവും നൽകുമെന്നും വനിതാ ശിശു വികസന വകുപ്പ്. വിദ്യാഭ്യാസ വികസന വിരോധ സമരങ്ങളിൽ പങ്കുണ്ടായിട്ടില്ലെന്നതാണ് KSUവിൻ്റെ പ്രത്യേകതയെന്ന് രമേശ് പിഷാരടി MLA. ഇന്ന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയതെങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജ് സമരവും ചേർത്ത് വായിക്കണമെന്നും MLA. പാലക്കാട് KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷം. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. അതിരപ്പള്ളി വൈകേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. മരിച്ചത് വൈകേരി സ്വദേശി 65 വയസ്സുള്ള മോഹനൻ. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ സാക്ഷിമൊഴികൾ നിഷേധിച്ച് പ്രതി ചെന്താമര. 46 പേരുടെ മൊഴികൾ ചെന്താമരയെ കേൾപ്പിച്ചു. പ്രതി ചെന്താമരയുടെ സാക്ഷിമൊഴി നിഷേധം നെന്മാറ ഇരട്ടക്കൊല കേസിലെ അന്തിമ വിചാരണ വേളയിൽ. ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശ്രീ സുജിത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2025 മുതൽ 2026 വരെ 1 വർഷ കാലയളവിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. 4 ദിവസം മുൻപ് തിരുവില്ലാമലയിലെ ടെക്സ്റ്റൈൽസ് നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും 17 ലക്ഷം രൂപയും രഹസ്യ ലോക്കറും സ്കൂട്ടറുമായി മുങ്ങിയ തഞ്ചാവൂർ സ്വദേശി 25 വയസ്സുള്ള സൂര്യയെ തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നും പഴയന്നൂർ പോലീസ് പിടികൂടി. ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 19.5 ലക്ഷം രൂപയുമായി യുവാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി. പിടിയിലായത് മഹാരാഷ്ട്ര സ്വദേശി സന്തോഷ്. പാലക്കാട് കോർട്ട് റോഡിലെ ശ്രീയാനന്ദ് ജ്വല്ലറിയിൽ മോഷണശ്രമം. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും കോട്ടായി മിനി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ബസ് സ്റ്റാൻഡിൽ ശുചിമുറിയില്ലാത്തതും മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും സ്റ്റാൻഡിൽ കയറുന്നതിന് തടസ്സം. കോട്ടായി സെൻറ്ററിലെ ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.